എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെർഫെക്റ്റ് ആയിട്ടൊരു പാൻ കേക്ക് എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. ഇനി ഈ മുട്ടയിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പൊടി അല്ലെങ്കിൽ സാധാരണ നോർമൽ പഞ്ചസാര ആഡ് ചെയ്താലും പ്രശ്നമില്ല. 3 സ്പൂൺ ശർക്കര പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഒന്നുകൂടി ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. സാൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പ് വേറെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ ജെല്ലി ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോയിട്ട് പാൻ കേക്ക്സ് ഹാർഡായി മാറും. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് പാൻ കേക്ക്സ് ചുട്ടെടുക്കാം. ഒരു പാൻ ഞാൻ നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 തവി ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ഹോൾസ് വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കാം. ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ചിട്ട് പാൻ കേക്ക്സ് ചുട്ടെടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഒരു 5 സെക്കൻഡ് കൂടി ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാൻ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പാൻ കേക്ക്സിൻ്റെ കൂടെ തേനോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. ഇൻഗ്രീഡിയൻസ് ആൻഡ് മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 1 കപ്പ് മൈദ ഉപയോഗിച്ചിട്ട് 5 to 6 പാൻ കേക്ക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.